വെടിനിർത്തൽ ലംഘിച്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗസയിൽ 28 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ലബനാനിലെ ഫലസ്തീനി അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 14 പേരും കൊല്ലപ്പെട്ടു. അതിനുവിട്ട സിറിയൻ പ്രദേശം സന്ദർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടിക്കെതിരെ യുഎനും അറബ് രാജ്യങ്ങളും രംഗത്ത് വന്നു. ഗസയിൽ സ്ഥിതി ദയനീയമെന്ന് ഫലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യുഎൻ ഏജൻസി മേധാവി അറിയിച്ചു. സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, നിർബാധം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം ഗസയിലുടനീളം നടക്കുകയാണ്. ദിവസവും നിരവധി ആളുകൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതിനിടെ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ കൂടിയുണ്ട്. ഏറ്റവും ഒടുവിലായി എന്തൊക്കെ സംഭവിക്കുന്നു ഗസയിൽ? ഗസയിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ പുതിയ ഈ കൂട്ടക്കൊല വംശഹത്യ തുടങ്ങിയിട്ട് 776 ദിവസമായി. ഒക്ടോബർ 10-ന് വെടിനിർത്തലിന്റെ ഒരു പ്രഖ്യാപനം വന്ന് ഇപ്പോൾ 40 ദിവസം പിന്നിടുമ്പോൾ ഈ 40 ദിവസത്തിനിടയിൽ മാത്രം 300ഓളം പേരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ മാത്രം 28 പേരെ, അതായത് ഈ 40 ദിവസത്തിനിടയിൽ ഏറ്റവും വലിയ കൂട്ടക്കൊല നമ്മൾ കണ്ടു. കഴിഞ്ഞ രാത്രിയിൽ 80 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു, ജീവച്ഛവമായി അവർ മാറിയിരിക്കുന്നു. 3 ഇടങ്ങളിലാണ് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഒന്ന് അൽമവാസിയാണ്. അൽമവാസിയുടെ പ്രത്യേകത ആളുകൾക്ക് സുരക്ഷിതമായ ഇടം എന്ന് ഇസ്രായേൽ അടയാളപ്പെടുത്തിയ അഭയാർത്ഥി ക്യാമ്പാണ് അൽമവാസി. അവിടെയാണ് ഒന്ന് ബോംബിട്ടത്. രണ്ടാമത്തേത് ഷുജാഇയ അഭയാർത്ഥി ക്യാമ്പാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മറ്റൊരിടം. മറ്റൊന്ന് ജെയ്ത്തൂനിലെ കൂട്ടക്കൊലയായിരുന്നു ഏറ്റവും ദയനീയവും ഭീകരവുമായത്. ഒരു കുടുംബത്തിലെ 10 പേർ കൊല്ലപ്പെട്ടു, ഉമ്മയും ഉപ്പയും കുഞ്ഞുങ്ങളും അടക്കം. ഒരു കുടുംബത്തിലെ 10 പേരും നാമാവശേഷമായ കൂട്ടക്കൊലയാണ് ജെയ്ത്തൂനിൽ നടന്നത്. ഇങ്ങനെയാണ് 28 പേരുടെ കൂട്ടക്കൊല ഇസ്രായേൽ നടത്തിയത്. പേരിനവിടെ വെടിനിർത്തലാണ് എന്ന് ഇസ്രായേൽ, അതേപോലെ തന്നെ അമേരിക്കയും പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഈ യുദ്ധം അങ്ങ് വീണ്ടും വിശാലമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ലബനാനിൽ ഫലസ്തീനി അഭയാർത്ഥി ക്യാമ്പിന് നേരെ ലബനാനിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ നമ്മൾ കണ്ടു 14 പേർ കൊല്ലപ്പെട്ടു. അതിനു പുറം മറ്റൊരു പ്രകോപനം കൂടി സൃഷ്ടിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. സിറിയൻ പ്രദേശത്ത് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം സിറിയയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം അവിടെ ഇസ്രായേലിന്റെ അധിനിവേശം നടക്കുന്ന പ്രദേശമാണ്. അവിടേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പോവുകയും അവിടെ സന്ദർശനം നടത്തി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇത് സിറിയയെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അധിനിവേശത്തെ എതിർക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വീണ്ടും തീയിട്ടുകൊണ്ട് വീണ്ടും ഈ ഒരു ആക്രമണ സ്വഭാവത്തിലേക്ക് പോകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ശ്രമിക്കുകയാണ്. ഒരു ഭാഗത്ത് യുഎന്നിന്റെ റെസല്യൂഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഇസ്രായേലിലേക്ക് മറ്റു ഗസയിലേക്ക് പുറമെ നിന്നുള്ള സേന വരാനുള്ള ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF-ന്റെ പുതിയ സേന വരാനുള്ള കരട് പ്രമേയം യുഎന്നിൽ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ ഗസ ഭരിക്കാൻ പുതിയൊരു സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അരങ്ങിൽ നടക്കുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെയാണ് വെടിനിർത്തൽ എന്ന ഒരു പുകപ്പറ ഇട്ടുകൊണ്ട് വീണ്ടും അധിനിവേശം തുടരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹമാസ് പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ സേനയും അവരുടെ സിൽബന്ദികളും വീണ്ടും ഗസയിൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ ഒന്നാകെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ നടക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയാണ്. അതിനെ തന്നെയാണ് മറുഭാഗത്ത് സമാധാന പദ്ധതി എന്ന് വിളിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ കാര്യം പറയാതിരിക്കുന്നതിലാണ് നല്ലത്. കാരണം അത്രയും ഭീകരമായിട്ടുള്ള റെയ്ഡ് എന്ന പേരിൽ നടക്കുന്ന കൂട്ടക്കൊലയ്ക്ക് ചെറിയ കുഞ്ഞുങ്ങളെയാണ് പിടിച്ചുകൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ അവിടെ നമുക്കറിയാം ഇപ്പോൾ ഒലീവ് വിളവെടുപ്പിന്റെ സീസണാണ്. അവിടെയാണ് അത് വിളവെടുക്കുന്ന സാധാരണക്കാരായ ഫലസ്തീനി കർഷകർക്ക് നേരെ ഇസ്രായേലി സേനയും കയ്യേറ്റക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഏത് നിലയിൽ നോക്കുകയാണെങ്കിലും ഗസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ഫലസ്തീനികൾക്കും അവിടെ നിന്ന് അഭയാർത്ഥികളായി ലബനാനിലേക്ക് പോയ ഫലസ്തീനികൾക്കും എല്ലാവരെയും ഒരേ സമയത്ത് ശിക്ഷിക്കുകയും അവരെ കൂട്ടക്കൊല നടത്തുകയും ചെയ്യുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി.